Okay, we are going to start. Take page number 35. Page number 35. We are discussing our 6th chapter, A Visit to the Beach. A Visit to the Beach. കുറേ നാളായില്ലേ ലെസൺ കൊണ്ട് നമ്മൾ കളിക്കുന്നത്. ഇന്നും കൊണ്ട് നമുക്ക് ഈ ക്ലാസ് തീർക്കാം. നമുക്ക് ഈ ലെസൺ തീർക്കാം. ഓക്കെ, പേജ് നമ്പർ 35 ലെറ്റർ സ്പീക്കിൽ അവിടെ എഴുതാനുണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞ് പഠിച്ചത് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ? What do your parents say when you walk on the road? നിങ്ങള് റോഡിന്റെ കൂടി നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റ്സ് എന്താ പറയാ? പാരന്റ്സ് എന്താ നിങ്ങളോട് പറയാ? Be careful. Be careful. You can write be careful. Okay? അവിടെ ഒന്നാമത്തെ സ്ഥലത്ത് നിങ്ങൾ എന്താ എഴുതണ്ടേന്ന് അറിയോ? Be careful. മിസ് എഴുതിയതുണ്ട് ഇവിടെ. Be careful. Okay? റോഡിലേക്കൂടി നടക്കുമ്പോ നിങ്ങളുടെ അമ്മമാര് പറയില്ലേ ശ്രദ്ധിച്ച് നടക്കണേ, നോക്കി നടക്കണേ എന്നൊക്കെ പറയാറില്ലേ? സോ യു ക്യാൻ റൈറ്റ് ബി കെയർഫുൾ. റൈറ്റ് ബി കെയർഫുൾ. മിസ് എഴുതി കാണിച്ചു തരാമേ. എന്താ സ്പെല്ലിങ്? സ്പെല്ലിങ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. ബി കെയർഫുൾ. ആഹാ, ബി കെയർഫുൾ. ഓക്കെ, സ്പെല്ലിങ് പറഞ്ഞു തരാട്ടാ. നല്ല പൊന്നു മക്കളായതുകൊണ്ട് വരച്ചിരുന്നുണ്ടല്ലോ. Be careful. Right, be careful. Spelling is B-E. B-E. എന്നിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ട് B-E. Be careful. Careful. First one. Careful. Be careful. First one il ezhuda be careful. Okay. And second one endana? You watch television for a long time. കൂടുതൽ സമയം TV കാണുന്ന സമയത്ത് എന്താ നിങ്ങളോട് പറയാ? മതി കണ്ടത്, ഒന്ന് TV ഓഫ് ആക്കിയെന്ന് പറയും അല്ലേ? Switch off the TV. You can write switch off the TV. Switch off the TV. Right. Switch off the TV. Switch off the TV. TV you can write in capital letter. TV. Switch off the TV. കൂടുതൽ സമയം TV ആണെന്ന് എന്താ പറയാ? ഒന്ന് TV ഓഫ് ആക്കിയെന്ന് പറയും അല്ലേ? Switch off the TV. Switch off the TV. റോഡിലൂടെ നടക്കുമ്പോൾ എന്താ പറയാ? When you walk on the road, your parents says, be careful. Be careful. And when you watch television for a long time, your parents says, switch off the TV. Switch off the TV. Okay, third one. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. Third one എന്താണ്? You go out to play. നിങ്ങൾ പുറത്ത് കളിക്കാൻ പോകുമ്പോൾ എന്താ പറയാ പാരന്റ്സ്? എന്താ പറയാ? അധികം ദൂരത്തേക്കൊന്നും പോകല്ലേ, അമ്മ കാണുന്ന സ്ഥലത്ത് തന്നെ കളിക്കണേ എന്ന് പറയും അല്ലേ? Don't go too far. You can sit here. You can come and stand here, Ashwini. Then you can write. First one, be careful. റോഡിലൂടെ നടക്കും പറയും be careful. Then second one, switch off the TV. Third one, don't go. It should be capital. Don't എഴുതുകണ്ടോ? DON. ഇതിന് എന്താ പറയാ? അപ്പോസ്ട്രോഫി. ഒരു അപ്പോസ്ട്രോഫി മേലെ ഒരു കോമ പോലെ ഇടുക. അപ്പോസ്ട്രോഫി T. Don't go too far.
Don't go too far. Don't go too far. Don't go too far. അധിക ദൂരത്തേക്കൊന്നും പോകല്ലേ അല്ലേ? പാരന്റ്സ് കളിക്കാൻ വിടുമ്പോ പറയുന്നല്ലേ, അധികം ദൂരത്തേക്കൊന്നും പോകല്ലേ, വേഗം വരണേ, അമ്മ കാണുന്ന സ്ഥലത്ത് തന്നെ നിക്കളേ എന്നെല്ലാം പറയുന്നില്ലേ? Okay, the next fourth one. It's time to sleep. It is time to sleep. ഉറങ്ങാനുള്ള സമയം അമ്മ എന്താ പറയാ? Go to your bed അല്ലേ? Go to your bed. നീ ഉറങ്ങാൻ നീ പോയിക്കോളൂ അല്ലേ? കട്ടിലേക്ക് പോയിക്കോളൂ. Go to your bed. ബെഡിലേക്ക് പോയി ഉറങ്ങിക്കോന്ന്. Don't go to your bed. Go to your bed. Go to your bed. When you walk on the road, your parents says, be careful. When you watch the television for a long time, കൂടുതൽ സമയം ടി വി കാണുമ്പോ, ടെലിവിഷൻ എന്താണ്? ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ടി വി ആണ് അല്ലേ? ടെലിവിഷൻ. ഷോർട്ട് ഫോം ഓഫ് ടെലിവിഷൻ ഈസ് ടി വി. ടി വി നമ്മൾ ചുരുക്കി പറയുന്നതാണ്, എളുപ്പല്ലേ പറയാൻ? Then don't go too far. അത് എപ്പോഴാ പറയാ? കളിക്കാൻ വിടുമ്പോൾ അല്ലേ? Don't go too far. ഇവിടെ ടീച്ചേഴ്സ് എന്റെ മക്കളെ കളിക്കാൻ വിട്ടാലും അങ്ങനെ തന്നെയല്ലേ പറയാ? Don't go too far. അധികം ദൂരത്തേക്കൊന്നും പോകരുത്, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് മാത്രമേ കളിക്കാവൂ എന്ന് പറയുന്നില്ലേ? Then last one, ഉറക്കം വരുന്ന സമയത്ത് എന്താ നിങ്ങളോട് പറയാം? Go to your bed. Go to your bed. All of you finished? എഴുതി കഴിയാത്തവരെന്ന് കൈ കാണിച്ച മിസ്സിനെ. എഴുതി കഴിയാത്തവര് എത്ര പേരുടെ കഴിയാത്തവര്? അൻവിത എഴുതി കഴിഞ്ഞില്ല, പിന്നെ ബാക്കി എല്ലാവരും എഴുതി കഴിഞ്ഞോ? മിഗ്ദാദ് എഴുതിയില്ലേ? മിഗ്ദാദ്, ഫാത്തിമ, കേമു എഴുതിയില്ലേ? സ്പീഡിൽ എഴുതണേ മക്കളെ, നമുക്ക് വേറെ എഴുതാനില്ലേ? ഒരുപാട് എഴുതാനുണ്ടല്ലോ. Be careful. Switch off the TV. Don't go too far. Go to your bed. Don't go to your bed. Sorry, go to your bed. Don't go too far. Okay, finished? Anamika? Finished? Anvida? Fatima? Okay, then next നോക്ക. G നോക്ക. G ഇവിടെ കണ്ടോ? G. നെക്സ്റ്റ് മിസ് G ആണ് പറയുന്നത്. ഇതാണ് പറഞ്ഞു തരുന്നത്. നോക്കണേ. What does your teacher say when you make noise? നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ പറഞ്ഞു തരിക നിങ്ങളോട്? നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് ഭയങ്കര ബഹളം വെക്കുമ്പോ ടീച്ചർ എന്താ പറയാ? Keep quiet. Don't make noise. Keep silence എന്നൊക്കെ പറയും അല്ലേ? ഇല്ല എന്ത് പറയും? Keep quiet. Keep silence. ഏത് എഴുതേണ്ടത്? You can write keep quiet വേണോ സൈലൻസ് വേണോ? ഏത് വേണമെങ്കിലും എഴുതാം. Keep silence. Keep silence, right? You can write the first one. Keep. G ആണ് മിസ് പറയുന്നത്. G ആണ് മിസ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? You make noise. You can write keep. K should be capital. K capital എഴുതണേ. Keep silence. Keep silence. Keep silence. ബിയോണ എഴുതിയ? ബിയോണ എഴുതിയില്ല അല്ലേ? Then what are you doing there? എനിക്ക് ഇവിടുന്ന് കാണാനില്ല. ആഹാ, വേറെ എഴുതിയേ. ഫസ്റ്റ് വൺ keep silence. Keep silence. When you make large noise in the class, the teacher says keep silence. പറയാറില്ലേ നിങ്ങളോട്? Silence. Silence. Keep silence.
keep silence. And second one, it is time to have lunch or snacks. എന്താണ്? It is time to have lunch or snacks. ലഞ്ച് കഴിക്കാനാവുമ്പോ അല്ലെ സ്നാക്സ് കഴിക്കാനാവുമ്പോ ടീച്ചേഴ്സ് എന്താ പറയാ? ടീച്ചേഴ്സ് നിങ്ങളുടെ ആയുഷേ? ചില കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ടീച്ചറേ സ്നാക്സ് കഴിക്കാനായോ? എത്ര പേര് അങ്ങനെ ചോദിക്കലുണ്ട്? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ടീച്ചറെ ലഞ്ച് കഴിക്കാനായോ, കഞ്ഞി കുടിക്കാനായോ എന്നൊക്കെ ചോദിക്കും കുറെ ആൾക്കാർ അല്ലേ? ചാരു, എന്റെ മക്കൾക്ക് വിശന്നിട്ടല്ലേ? ഓക്കെ, അപ്പൊ ലഞ്ച് കഴിക്കാനാകുമ്പോ ടീച്ചേഴ്സ് എന്താ പറയാ? യു ക്യാൻ ഹാവ് യുവർ ലഞ്ച് നൗ, യു ക്യാൻ ഹാവ് യുവർ സ്നാക്സ് നൗ, യു ക്യാൻ ഹാവ് യുവർ ലഞ്ച് നൗ. അത് എഴുതാം അല്ലേ? യു ക്യാൻ ഹാവ് യുവർ ലഞ്ച് നൗ. എന്ത് പറ്റി ആദിൻ പി സനൽ? What happened to you? Do you want to say anything? ആദിൻ, ഏത് കഴിഞ്ഞില്ല? മിസ് കാണിച്ചു തരാം. സ്പീഡിൽ എഴുതണേ, കേട്ടല്ലോ? മിസ് ബുക്ക് വന്ന് ചെക്ക് ചെയ്യും. It is time to have lunch or snacks. അപ്പൊ ലഞ്ച് കഴിക്കാനാവുമ്പോ എന്താ പറയാ? You can have your lunch now. You can write like that. You can write, you can have your lunch now. Teachers എന്താ പറയാ? You can have your lunch now, right? You can have your, write the second one. Second one. Why should be capital? You can have your, can have lunch now. You can have your lunch now. Okay, you can have your lunch now. You can have your lunch now. നിങ്ങൾക്കിപ്പോ ലഞ്ച് കഴിക്കാം, അല്ലെ നിങ്ങൾക്കിപ്പോ സ്നാക്സ് കഴിക്കാം. You can have your lunch now. You can have your lunch now. You can have your lunch now. Okay. And which is the last one? Third one. What's that? Third one. What is the last one? It is time to go home. ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോവാനാവുമ്പോ ടീച്ചേഴ്സ് എന്താ പറയാ? വീട്ടിലേക്ക് പോവാനാവുമ്പോ വൈകുന്നേരം ഒന്നുകിൽ പറയുന്നത് പാക്ക് യുവർ ബാഗ്സ് എന്ന് പറയും ടീച്ചേഴ്സ് അല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം അല്ലേ? വീട്ടിലേക്ക് പോവാനുള്ള സമയമായി. പാക്ക് യുവർ ബാഗ്സ്, ബി റെഡി വിത്ത് യുവർ ബാഗ്സ് ഓർ പാക്ക് യുവർ ബാഗ്സ്. ഇല്ല എന്ത് പറയും? ബൈ, സീ യു ടുമോറോ. എന്തൊക്കെ പറയല്ലേ ടീച്ചേഴ്സ്? നാളെ കാണാം, ബൈ എന്ന് പറയും. പിന്നെ പാക്ക് യുവർ ബാഗ്സ് എന്ന് പറയും അല്ലേ? ബാഗെല്ലാം റെഡിയാക്കി നമുക്ക് പോണ്ടേ, വീട്ടിൽ പോണ്ടേ എന്ന് പറയും. ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. Then now you can write bye, B-Y-E, B-Y-E, bye. Then put a comma, bye. See you tomorrow. Aslaha, Aishat Aslaha. What are you doing here? Have you finished? എഴുതി കഴിഞ്ഞോ ഈ രണ്ടെണ്ണം? Then show me your textbook. Show me your textbook. അസ്ലഹ, ടെക്സ്റ്റ് ബുക്ക് കാണിച്ച് എഴുതിയത്. മിസ് വീട്ടിൽ വരുന്നുണ്ട് ചെക്ക് ചെയ്യാൻ. ബൈ, സീ യു, റൈറ്റ്. ലാസ്റ്റ് വൺ, സീ യു ടുമോറോ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ടുമോറോ? Tomorrow. Bye, see you tomorrow. Or you can write pack your bags. ഇത് മതി, ഇപ്പൊ ഇത് മതിയേ. Keep silence. You can have your lunch now. Then bye, see you tomorrow. See you tomorrow. Okay. Okay, finished. എന്റെ മക്കൾ എഴുതി കഴിഞ്ഞു.
Okay, very good. പൊന്നു മക്കളാണ്, മിസ്സിന്റെ പൊന്നു മക്കളാണ്. CU എന്ന് എഴുതുമ്പോ സ്പേസ് വിട്ടിട്ട് എഴുതാം. മായ്ക്കണേ. Okay. Page number 36. Page number 36. Page number 36. Okay. Given below are the names of some things that you find in your classroom. Read them out aloud. ഒന്നും മനസ്സിലായില്ലല്ലോ? മെല്ലെ വായിച്ചു തരാം. Given below, page number 36. 36 ഫസ്റ്റ് വൺ ആണ് മിസ് വായിക്കുന്നത്. ഇതാണ് മിസ് വായിച്ചു തരുന്നത്. നോക്കണേ. Okay. Given below are the names of some things that you find in your classroom. Read them out aloud. Aloud എന്ന് പറഞ്ഞാൽ എന്താണ്? Loud. Answer say സൗണ്ടിലാണ് അല്ലേ? ഉച്ചത്തിലാണ്. Okay. Okay. Given below. Below means താഴെയാണ്. Given below are the names of some things that you find in your classroom. നിങ്ങളുടെ ക്ലാസ് റൂമില് നിങ്ങൾക്ക് കണ്ടെത്താവുന്ന, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങൾ. തിങ്സ് ഹിയർ മീൻസ് സാധനങ്ങളാണ് അല്ലെ? സാധനങ്ങളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒച്ചത്തിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഡെസ്ക്. ഡെസ്ക് നിങ്ങൾക്ക് അറിയാലോ. ഡെസ്ക് we all are use desk. Desk. First one, desk. Say with me. Desk. Read with me. Desk. Okay, Naila Shakir. Desk. Read. Desk. Okay, and second one, chalk. Chalk. സൗണ്ടിൽ കേൾക്കുന്നില്ല, ഒച്ചത്തിൽ വായിക്കാനാ പറഞ്ഞത്. ഒച്ചത്തിൽ വായിച്ചേ. ഫസ്റ്റ് വൺ ഡെസ്ക്. Second one, chalk. Third one, duster. Duster. Read with me, Afras PK. Duster. Blackboard. Blackboard. Say with me. Say loud with me. Blackboard. Blackboard. Nilanjana, blackboard. Adin, blackboard. Migdade, blackboard. Read with me. Okay, last one, books. 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 What is the spelling of desk? D-E-S-K. Desk. D-E-S-K. Desk. Second one, chalk. Chalk. What is the spelling of chalk here? C-H-A-L-K. Afras. Chalk. ഞാൻ വീട്ടിൽ വന്നടിക്കുവേ. Chalk. Chalk. Okay. Third one, duster. Duster. D-U-S-T-E-R. Duster. Duster. Okay. Last one, books. Books. Hadi. Books. എന്താ സ്പെല്ലിംഗ് ബുക്സിന്റെ? എന്താണ് ഹാദി സ്പെല്ലിംഗ്? B-O-O-K-S. Books. Books. Okay, first one, desk. Say with me. Is ready. 1, 2, 3, start. സൗണ്ടിൽ വായിക്കണം. ആദ്യം എനിക്ക് ഇവിടെ സൗണ്ട് കേൾക്കാം. നിങ്ങൾ മ്യൂട്ട് ആക്കിയാലും ഏറ്റവും കൂടുതൽ സൗണ്ട് ആദ്യം കേൾക്കുന്നതെന്ന് മിസ് നോക്കട്ടെ. ഫസ്റ്റ് വൺ, ഡെസ്ക്. Desk. Chalk. Chalk. Duster. Razin Yusuf. Turn on your video. Blackboard.
Blackboard. Books. Books. Okay, that's enough. Ini add vowels to the following to spell the names of animals. Okay, അവിടെ കോളത്തിൽ കണ്ടോ മക്കളെ? നോക്കിയേ, നോക്കാം, ഇവിടെ കണ്ടോ? എന്താണ് ഇവിടെ? ഫസ്റ്റ് ലെറ്റർ എൽ അവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, സെക്കൻഡ് കോളം അവിടെ ഫസ്റ്റ് കോളം ഉണ്ട് അല്ലേ? ആ കോളം ബ്ലാങ്ക് ആണ്. പിന്നെയും ഒരു കോളം, അതിലും ഒന്നുമില്ല, അതും ബ്ലാങ്ക് ആണ്. പിന്നെ എൻ ഉണ്ട് അല്ലേ അവിടെ? അതിൽ 2 ലെറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ആനിമലിന്റെ പേര് കിട്ടും. അതെന്താണ്? എന്താ അത്? What is the spelling of lion? What is the spelling of lion? You can write the spelling of lion there. L അവിടെ ഉണ്ട് അല്ലേ? L കഴിഞ്ഞാൽ ഏതാണ് ലെറ്റർ? L-I-O-N, right? L-I-O-N. I-O അവിടെ എഴുതാ മക്കളെ, I-O അവിടെ എഴുതാ. Lion, right? Lion അവിടെ ബ്ലാങ്ക്സിൽ എഴുതാ. കണ്ടോ? L-I-O-N. കാണാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. നീലാഞ്ജന എഴുതിയോ? നീലാഞ്ജന, ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ, സി അവിടെ ഉണ്ട്, ലാസ്റ്റ് ടിയും അവിടെ ഉണ്ട്. നടുക്ക് ആ മിഡിൽ ഏതോ ഒരു ലെറ്റർ കൂട്ടിയുള്ള ഒരു ആനിമലിന്റെ പേരാണ്. ദാറ്റ് ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ് അല്ലേ? Cat. What is the spelling of cat? C-A-T, right? A അവിടെ A മാത്രം എഴുതിയാ മതി. C-A-C-A-T, C-A-T, C-A-T, cat. Okay, last one നോക്കപ്പാ. G അവിടെ ഉണ്ട് അല്ലേ? G, O-A-T. What's that? Goat. Okay, right? O-A. അവിടെ ബ്ലാങ്ക്സിൽ O എഴുതിയോ? അഫ്രാസേ എഴുതിയോ? ഗോട്ടിന്റെ സ്പെല്ലിംഗ് എഴുതിയോ അഫ്രാസ്? Write like this. Okay, എഴുതി കഴിഞ്ഞല്ലേ മക്കള്? ഇനിയും കഴിയാത്തവർ എത്ര പേരുണ്ട് എന്ന് കാണിച്ചേ. കഴിയാത്തവർ ആരും തന്നെ ഇല്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കളർ ദ ഗാർഡൻ. കളർ ദ ഗാർഡൻ ഇവിടെ കണ്ടോ? കളർ ദ ഷെഡ് ബ്ലൂ. Color the shed blue, the grass and leaves green, the trunk brown, the bird house pink, the birds yellow, the flowers violet, the mushrooms red, and the fence orange. നല്ല രസമല്ലേ കളർ കൊടുക്കാൻ? Do you like colorings? Colorings ഇഷ്ടാണോ നിങ്ങൾക്ക്? ഇഷ്ടാണ്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും കളർ ചെയ്തിട്ട് വരിക. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. ഓക്കെ, ഹോംവർക്ക് എഴുതി വെച്ചോ? HW എഴുതി വെച്ചോ? അവിടെ HW എഴുതി വെച്ചോ? എന്താണ് കളർ ദ ഷെഡ് ബ്ലൂ? അവിടെ ഒരു ഷെഡ് കണ്ടോ? ആ ഷെഡ് ബ്ലൂ കളർ കൊടുക്ക. ഗ്രാസ് ആൻഡ് ലീവ്സ്. ഗ്രാസ് എന്താണ്? ഗ്രാസ് എന്താണ്? പുല്ലാണല്ലേ? ഗ്രാസിനും ലീവ്സിനും. ലീവ്സ് ഏതാ കളറ്?
ലീവ്സ്. ലീവ്സ് എന്താ ഏതാണ്? ഇലകളാണല്ലേ. ഇലകൾക്കും പുല്ലിനും ഗ്രീൻ കളർ അല്ലേ, പച്ച കളർ കൊടുക്കാം. ദെൻ ട്രങ്ക് ബ്രൗൺ. ട്രങ്ക് എന്താണ്? മരത്തടിയാണല്ലേ ട്രങ്ക്. അപ്പൊ അതിനെന്താ കളർ കൊടുക്കേണ്ടത്? ബ്രൗൺ കളർ കൊടുക്കുക. Then bird ഹൗസിന് ഏതാ കളർ കൊടുക്കേണ്ടത്? We have to give pink color to the bird house. Bird ഹൗസിന് pink color കൊടുക്കുക. Then the birds yellow. Birds ഏതാ കളർ കൊടുക്കേണ്ടത്? Yellow. Birds have yellow. The flowers violet. ഇനി അവിടെയുള്ള ഫ്ലവേഴ്സ് കണ്ടോ മക്കളെ? ആ ഫ്ലവേഴ്സിന് ഏതാ കളർ കൊടുക്കേണ്ടത്? Violet. The mushrooms red. അവിടെ മഷ്റൂംസ് കണ്ടോ? കൂണ് കണ്ടോ നിങ്ങള്? ആ മഷ്റൂംസിന് ഏതാ കളർ കൊടുക്കണ്ടേന്ന് അറിയോ? റെഡ് കളർ. ആൻഡ് ഫെൻസ്. വാട്ട് യു മീൻ ബൈ ഫെൻസ്? അവിടെ വേലി കെട്ടിയിട്ടുണ്ട് അല്ലേ? ഫെൻസ് മീൻസ് വേലിയാണ്. ആ വേലിക്ക് എന്താ കളർ കൊടുക്കേണ്ടത്? ഓറഞ്ച് കളർ. ഓക്കെ, ഓറഞ്ച് കളർ. നോക്കട്ടെ ആരാണ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വരുന്നതെന്ന്. മക്കൾക്ക് അറിയോ നോക്കട്ടെ മിസ്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. Then our 6th chapter is over. Then we are going to learn our 7th chapter, that is a good time. Our new chapter 7th one, a good time. A good time. Anamika, sit properly. Anamika, Piraj, sit somewhere. Don't take your phone. Okay. A good time. A good time means what? A good. Good means നല്ലതാണല്ലേ? Okay. Time എന്താ? Time. What do you mean by time? സമയാണല്ലേ? ഏതോ ഒരു നല്ല സമയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ സ്റ്റോറിയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. A good time. Our 7th chapter 7th 1 8th 1 നമുക്ക് കുട്ടികളുടെ പ്ലഷറിന് വേണ്ടിയിട്ടുള്ള ലെസൺ ആണ്. ഇത് എക്സാമിന് വരില്ല. എക്സാമിന് നമുക്ക് ഈ ചാപ്റ്റർ വരുന്നതല്ല. 7th 1 encourage. താഴെ നോട്ട് കാണുന്നുണ്ട്. Encourage the children to read this story for pleasure. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ 8th 1 8th ചാപ്റ്റർ കണ്ടോ നിങ്ങൾ? പേജ് നമ്പർ 38. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പോയം, ഒരു റൈം ഉണ്ട്. Let us sing song. Let us sing along again. അതും നമുക്ക് എക്സാമിന് വരുന്നതല്ല. ഓക്കെ, then നമുക്കത് എടുക്കാം. Then our 9th lesson, Aditi's new school. Aditi's new school. അത് നമുക്ക് എക്സാമിന് വരുന്നതാണ്. ഓക്കെ, ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തീർക്കാം. അല്ല, നമുക്കിത് വായിച്ചെടുത്ത് പോവാം അല്ലേ? എന്താ വേണ്ടത്? പേജ് നമ്പർ 40. Aditi's new school. Aditi's new school. Our 9th chapter. പേജ് നമ്പർ 40 കണ്ടോ മക്കളെ? പേജ് നമ്പർ 40. Aditi's new school. അതിഥിയുടെ പുതിയ സ്കൂള്. Aditi's എന്ന് പറഞ്ഞാൽ അതിഥിയുടെ. അതിഥി എന്ന് എഴുതിയിട്ട് മോളൊരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് കണ്ടോ? അങ്ങനെ എഴുതി എന്താ വായിക്കുക? അതിഥീസ്. അതിഥി ഈസ് അല്ല, അതിഥീസ്. അതിഥിയുടെ. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ ഹാദിയ? അല്ല പൊന്നെ, 40. പേജ് നമ്പർ 40. 9th ചാപ്റ്റർ കണ്ടോ? കണ്ടോ? അമ്മ കൂടെ ഉണ്ടോ? നോ പ്രോബ്ലം. പേജ് നമ്പർ 40 എടുത്തോ? എടുത്തു. ഓക്കെ, കണ്ടോ? പുതിയ ചാപ്റ്റർ കണ്ടോ? 9th കണ്ടോ? ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക്.
Show me your textbook. Hadi. Okay. മതി. അപ്പൊ അതിഥീസ് എന്ന് പറഞ്ഞാൽ അതിഥിയുടെ, അൻവിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവിതയുടെ, മിഗ്ദാദ് മിഗ്ദാദിന്റെ. മനസ്സിലായോ? അപ്പൊ അപ്പോസ്ട്രോഫി ഇട്ട് എസ് എഴുതി കഴിഞ്ഞാൽ ഉഡേ എന്നാണ് വരിക. ഐഫൂനാസ് ഐഫൂനയുടെ. ഓക്കെ. അതിഥീസ് ന്യൂ സ്കൂൾ. സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മൾ എല്ലാവരും സ്കൂളിൽ വരുന്നതാണ്. ഇനി ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? NEW. ന്യൂ പറഞ്ഞാല് പുതിയത് അല്ലെ, ന്യൂ. അപ്പൊ ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ്. OLD. ഓൾഡ് മീൻസ് പഴയത്. ഓൾഡ്. ഓൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ന്യൂ. NEW. ന്യൂ, പുതിയത് അല്ലെ, ഓൾഡ് ആൻഡ് ന്യൂ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അതിഥീസ് ന്യൂ സ്കൂൾ. ഇത് അൻവിതേന്റെയും ഒക്കെ പുതിയ സ്കൂളല്ലേ? അൻവിതേന്റെയും നീലാഞ്ജനന്റെയും അമൃതേന്റെയും അദീനക്കുട്ടിന്റെ ഒക്കെ പുതിയ സ്കൂളല്ലേ ട്രൂ ലൈറ്റ് അല്ലേ? ഇറ്റ്സ് എ ന്യൂ സ്കൂൾ. ഇത് നിങ്ങളുടെ പുതിയ സ്കൂൾ ആണ് അല്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. അവിടെ ഗെറ്റ് സെറ്റ് ഒരു കോളം ഉണ്ട്. വാട്ട് ഡു യു ഡു ഇൻ സ്കൂൾ? കളർ ദ കറക്റ്റ് ക്ലൗഡ്സ്. ആ ക്ലൗഡ്സിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങള് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ക്ലൗഡ്സിന്, ആ മേഘങ്ങൾക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഷെയർ യുവർ ലഞ്ച്. നിങ്ങൾ ലഞ്ച് കൊണ്ടുവന്നാല് കറിയൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിന് കറി കൊടുക്കാറുണ്ടോ? കൊടുക്കണം അല്ലേ? എല്ലാം ഷെയർ ചെയ്ത് കഴിക്കണം. നല്ല ഹാബിറ്റ് ആയിരിക്കണം. ഓക്കെ, നല്ല മക്കളല്ലേ? അപ്പൊ ഷെയർ യുവർ ലഞ്ച്. നിങ്ങളുടെ ലഞ്ച് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കളർ ചെയ്യാം. ഇനി സെക്കൻഡ് വൺ, ഡേർട്ടി യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് അഴുക്കാക്കലുണ്ടോ? മിഠായി ഒക്കെ തിന്ന് പെൻസിലൊക്കെ ചെത്തി ഷാർപ്പായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇടാറുണ്ടോ? ചെയ്യാറില്ല. അപ്പൊ അതിന് കളർ ചെയ്യണ്ട അല്ലേ? ഇനി ഒബേ ദ ടീച്ചർ. ഒബേ ദ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചറിനെ അനുസരിക്കലുണ്ടോ നിങ്ങള്? ടീച്ചർ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യാ നിങ്ങൾ? ടീച്ചർ പറയുന്നതാണോ കേൾക്കാ? എന്താ ചെയ്യാ? ടീച്ചർ പറയുന്ന പോലെ കേൾക്കും അല്ലെ? പൊന്നു മക്കളാണ്. ഇനി ലാസ്റ്റ് വൺ, പ്ലേ ഗെയിംസ്. നിങ്ങൾ കളിക്കാറുണ്ടോ? കളിക്കുമല്ലേ? നല്ലോണം കളിക്കും. ദെൻ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോയാലോ? ടെക്സ്റ്റ് ഒന്ന് മിസ് വായിച്ചു തരാം. നമുക്ക് ഒന്നാമത്തെ പേജ് ഒന്ന് തീർക്കാം. ഓക്കെ, we have no time. Only remaining 3 minutes. നമുക്ക് 3 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. Okay, shall we wind up the class? Shall we wind up the class? Yes. Bye. Okay, bye.